നിങ്ങളുടെ കൂട്ടത്തിലെ മറ്റേ ചെറുക്കനില്ലേ ബിജോയ്, അവൻ എന്റെ അനിയത്തിക്ക് എന്ന് മെസ്സേജ് അയക്കും. എന്തെങ്കിലും മോശമായിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. എന്ന് രാവിലെ ഹായ് പാറു എന്താ പരിപാടി, ഹായ് പാറു എന്താ പരിപാടി. ഒരുമാതിരി പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കാനോ ഫ്ലേർട്ട് ചെയ്യാനോ ഒന്നും അറിഞ്ഞൂടാ, കിഴങ്ങൻ ചെറുക്കന്മാരെ പോലെ. പക്ഷെ അവന്റെ ഡയലോഗ് അടി ഇതൊന്നും അല്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെന്ന് ഉറക്കും ഞാൻ. എടാ നിനക്ക് പാറുവിനെ എങ്ങനെ അറിയടാ? അണ്ണാ ആ പെണ്ണ് ഭയങ്കര തൊല്ലിയാണോ, എപ്പോഴും മെസ്സേജ് അയച്ചോണ്ടിരിക്കും. യു ആർ സോ ക്യൂട്ട്, യു ആർ സോ ഹാൻഡ്സ്, അങ്ങനെയൊക്കെ. പോടാ. ഞാൻ മെസ്സേജ് അയച്ചാൽ പിന്നെ അറിയാലോ, പെട്ടെന്ന് സെറ്റാക്കി എടുക്കും. അമ്മാരിയാണ് എൻ്റെ മെസ്സേജ് അയപ്പ്. നിന്റെ ഈ അമ്മായിരം മെസ്സേജ് അയപ്പ് ഇതാണാടാ. ഹായ് പാറു എന്താ പരിപാടി, എന്താണ് ഹായ് പാറു എന്താ പരിപാടി. ഞാൻ പിന്നെ അങ്ങോട്ട് ശരി. ഹായ് പാറു എന്താ പരിപാടി. എന്നാൽ ഇതിങ്ങനെ എങ്ങനെ അറിഞ്ഞു? ഹായ് പാറു എന്താ പരിപാടി. അണ്ണാ നിങ്ങൾ അറിഞ്ഞതേ അറിഞ്ഞു. ആ ആരോമലിൻ്റെ അടുത്ത് മാത്രം പറയല്ലേ, ഞാൻ എന്തിനാണോ ചെയ്യാം. എന്നൊരിപ്പോ ഒരു 330 ജിയോ റീചാർജ് ചെയ്തേക്കും. അല്ലെ വിജയ് എവിടെ പോണ്ട? എടാ ഞാൻ സൈബർ സെല്ലിൽ ക്യാഷ് കൊടുക്കാൻ പോകണ്ട. ആ പാറെന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ ഭയങ്കര മെസ്സേജ് അയപ്പ്. യു ആർ സോ ക്യൂട്ട്, യു ആർ സോ ഹാൻഡ്സം എന്നൊക്കെ പറഞ്ഞു. ശല്യം. ഹായ് പാറു എന്താ പരിപാടി. അണ്ണാ നിങ്ങളൊരു മറ്റേ അടുത്ത പരിപാടി കാണിക്കില്ല കേട്ടോ. ഞാൻ ഈ പൊട്ടൻ്റെ അടുത്ത് പറയില്ലെന്ന് പറഞ്ഞല്ലേ. എടാ നിനക്ക് പാറുന്റെ വീട്ടിലെ പരിപാടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേടാ. രാവിലെ അവളെ അച്ഛൻ്റെ കൈതാളി കഥകളി, ഉച്ചയ്ക്ക് അവളുടെ അമ്മയുടെ കുച്ചിപ്പുടി, വൈകിട്ട് അവളുടെ ഭരതനാട്യം. ഇതിലേത് കലാരൂപമാണ് താങ്കൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നീയൊക്കെ പോയിണ്ടായി. ഓഫറുണ്ട്. അധികം കിണിക്കണ്ട. 3 നേരം ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടും കൈ കിട്ടിയിട്ടുണ്ട്. അണ്ണാ